എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കത്തിക്കേറുന്നൊരു ടോപ്പിക്കുകളിൽ ഒന്നാണ് പ്രസവം അഥവാ പ്രഗ്നൻ്റ് ആകുക എന്ന് പറയുന്ന സാധനം. ഒരു പെൺകുട്ടി, ഒരു ഫാമിലി ബ്ലോഗർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ അപ്പുറമായിരിക്കും. അവർക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പ് വളരെയധികമായിരിക്കും, അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ വർക്കുകൾ വളരെ കൂടുതലായിരിക്കും, അവർക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെ വലുതായിരിക്കും. അങ്ങനെ ഈ പ്രസവം എന്ന് പറയുന്നത് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഒരു ചാകരയാണ്, ഒരു കൊയ്ത്താണ്. അപ്പോൾ അവരുണ്ടാക്കാൻ പറ്റുന്നത് പരമാവധി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം ഒന്ന് റീച്ച് പോയി ഡൗൺ ആകുമ്പോഴത്തേനും ഒരു പ്രസവം അങ്ങോട്ട് പ്രസവിച്ച ഒന്ന് പ്രഗ്നൻ്റ് ആയേക്കാം എന്ന് ചിന്തിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ എണ്ണവും കുറവല്ല. അത് മാത്രമല്ല, പ്രസവം ആകുമ്പോഴത്തേനും സർപ്രൈസ് തന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഷോ ഓഫ് ഡ്രാമകളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ അസ്ല മാർലി എന്ന് പറയുന്ന കഥാപാത്രം. ഈ അസ്ല മാർലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഒരു സെക്സ് എഡ്യൂക്കേഷനൊക്കെ നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പുള്ളിക്കാരി റൺ ചെയ്യുന്നത്. പല ആളുകളിലും പറയാൻ മടിക്കുന്ന, ജനങ്ങളിലേക്ക് എത്തിക്കാൻ മടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഒരു കാര്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പലരും പറയാൻ മടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന വാക്കുകൾ അതും മ്ലേച്ഛകരമായ വാക്കാട്ടോ അതെങ്ങനെ നമ്മൾ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും പുള്ളിക്കാരികൾ അത് പറയാറുണ്ട്. പല സമയത്തായിട്ട് പുള്ളിക്കാരി ഏറി കയറിയിട്ടുണ്ട്, പല സമയത്തായിട്ട് ഏറി ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്താ? സെക്സ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി എങ്ങനെ ആ പ്രസവത്തിലേക്ക് ലീഡ് ചെയ്യുന്നു, എങ്ങനെ ഡെലിവറി നടക്കുന്നു എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. ഈ ട്രെൻഡ്, അതായത് ഡെലിവറി നടക്കുന്ന സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന ട്രെൻഡ് വളരെ പീക്കിൽ കൊണ്ടെത്തിച്ച ഒരാളാണ് നമ്മുടെ കൃഷ്ണകുമാർ ജിയുടെ മകളായിട്ടുള്ള ദിയ കൃഷ്ണ. അപ്പോൾ അതുപോലെ തന്നെ ഈ അസ്ല മാർലി പുള്ളിക്കാരിയുടെ ഡെലിവറിയും റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്തങ്ങോട്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം അതൊന്നും അങ്ങനെ കാണിച്ച് അവർ അതിമനോഹരമായി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പ്രസവം എന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, ആ ചോര കുഞ്ഞിനെ കാണാനുള്ള ഒരു ത്രാണി എനിക്ക് വീണ്ടുമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെല്ലാം അസ്ല മാർലിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ സാധനം കാണാൻ പറ്റും. അതായത് പുള്ളിക്കാരി വളരെ കഷ്ടപ്പെട്ട്, വളരെ പെയിൻഫുള്ളായിട്ട്, വളരെ വേദന സഹിച്ച് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സാധനം പുള്ളിക്കാരി വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പുള്ളിക്കാരിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഈ അപ്ലോഡ് ചെയ്തതിൻ്റെ താഴെ ഫേസ്ബുക്കിൽ കുറച്ച് മ്യാസ്മരികമായ കമൻറ്റുകൾ വന്ന് എൻ്റെ പൊന്നമ്മ. കമൻറ്റ് നമ്പർ 1, ആ വരുന്ന വഴി കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ വരുന്ന വഴി കാണില്ലേ മോനെ, വീട്ടിൽ അമ്മയുണ്ടോ മോനെ, അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മേ ഞാൻ ഇതുവഴിയാണ് അമ്മയെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ നിനക്ക് കാണിച്ചിരും. നിൻ്റെ അമ്മ, നിനക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം അത്, നീ പോയി നിൻ്റെ അമ്മയോട് ചോദിക്കുക ഇതുവഴിയാണ് വന്നിട്ടുള്ളത്. എടാ ഉളുപ്പുണ്ടോടാ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്? അതായത് ബേസിക് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കേരളമാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തെ ഈ നിലവിൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ 2 കുൽസിതം അടിച്ചൊക്കെ പറയാമായിരുന്നു എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്. അതുപോലത്തുള്ള കുറേ മരവഴകളാണിത്. യുവമാർ വന്നിട്ട് ഇങ്ങനെ കുറേ കമൻറ്റുകൾ ചന്നം പിന്നെ പുറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കും. മറ്റൊരു കമൻറ്റ്, ഇതോടെ തട്ടിപ്പോയിരുന്നെങ്കിൽ ഇമ്മാതിരി പ്രസവക്കൂത്ത് നിൽക്കുമായിരുന്നു. എൻ്റെ പൊന്നളിയെ, നീ എന്തിനാണ് കഷ്ടപ്പെട്ട് വീഡിയോ കാണുന്നത്? നീ ഈ സോഷ്യൽ മീഡിയയിൽ കയറി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും തംബ്നെയിൽ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകത്തില്ല മുന്നേ അത് പ്രസവമാണ്. അവരല്ലാതെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണോ നിന്നെ പ്രസവിക്കുന്നത് കാണിക്കുന്നത്? നീ കാണണ്ടേ? പ്രഗ്നൻ്റ് ആയിട്ടൊരു ലേഡിയുടെ വീഡിയോ നിൻ്റെ മുമ്പിലോട്ട് വരുന്നോ? എടുക്കുക, ബ്ലോക്ക്, മ്യൂട്ട് എല്ലാം കൊടുക്കുക, പറഞ്ഞു വിടുക, അത്രയുള്ള സംഭവം. അല്ലല്ലേ, എനിക്ക് കാണണം, ഞാൻ ഫുള്ള് ഇത് കാണും. ഇല്ല, അവൻ പറഞ്ഞല്ലോ വരുന്ന വഴി മറ്റേ റൂട്ട് മാപ്പ് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലോ, ബ്ലൂ പ്രിൻ്റ് അങ്ങനെ ഉണ്ടെങ്കിലോ, ഒന്നും കണ്ടില്ലയോ, വരുക 4 അവരാതും അങ്ങോട്ട് പറയുക. ഇതാണ് ബേസിക് കുറേ എണ്ണത്തിൻ്റെ സംഭവം. ഇത് മാത്രമല്ല, വേറെ കുറച്ച് മരവാഴകളുണ്ട്. ഇവന്മാർ ഇതിനകത്തും കുറച്ച് ജാതി സ്പിരിറ്റ് ഇങ്ങനെ തൂകി അങ്ങ് എറിഞ്ഞിട്ട് പോകും. അങ്ങനെ ഒരു കമൻറ്റ്, മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില സാധനങ്ങൾ അവരെവിടെങ്കിലും, ഞാൻ പ്രസവിക്കാൻ പോകട്ടോ, ഞാൻ പ്രസവിക്കാൻ മുസ്ലിമാ എന്നവർ പറഞ്ഞ് നടന്നോ? അപ്പോൾ താങ്കളെപ്പോലുള്ളവരുടെ മനസ്സിലെ മത തീവ്രതയുടെ അല്ലെങ്കിൽ മതഭ്രാന്തിൻ്റെ ഒരു പ്രത്യേകതര ലക്ഷണമാമനെ ഇപ്പോൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ജയിലിൽ കിടന്നതിൻ്റെ അടിയൊക്കെ കൊള്ളുമ്പോൾ ശരിയാവാൻ തോന്നും. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരിയുടെ ഡെലിവറിയുടെ വീഡിയോ ഔട്ട് ചെയ്തു.
ഔട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സപ്പോർട്ടുകൾ വന്നു, അതേപോലെ തന്നെ കുറച്ചധികം വിമർശനങ്ങളും വന്നു. പുള്ളിക്കാരി അതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലനേഷൻ ഇട്ടപ്പോൾ തന്നെ പല ആൾക്കാരും വന്നിരുന്ന കമൻറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഡെലിവറി ടൈം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പീക്ക് റീച്ച് ഉണ്ടാകുന്ന സമയമാണ്. അപ്പം അതിഭീകരമായ റീച്ച് ഇവരുണ്ടാക്കി. കാശ് ഇങ്ങനെ ഡോളേഴ്സ് ഇങ്ങനെ വീഴുവാണ്, ഡോളേഴ്സ് വാരിപ്പെറുക്കി ചാക്കി കെട്ടിത്താക്കാം, അതുപോലെ ഡോളേഴ്സ് വീഴുകയാണ് എന്നാണ് കുറേ ആൾക്കാരുടെ ചിന്ത. അപ്പം നമുക്ക് ഈ ഡോളേഴ്സിൻ്റെ കഥ അസ്ലമറിൽ പറയുന്നത് കേൾക്കാം. കുറേ പേര് വിചാരിക്കും ഈ ഡെലിവറി വ്ളോഗ് കിട്ടിയവർക്ക് യൂട്യൂബേഴ്സിന് കുറേ പൈസ കിട്ടില്ലേ, കുറേ കണ്ടന്റ് കിട്ടില്ലേ. ഞാനൊരു കാര്യം വെച്ചാൽ നമ്മളുടെ കുഞ്ഞ് വരുന്നതിൻ്റെ ഭാഗത്തിൽ ഞാൻ ആ ബ്ലഡിൻ്റെ ഭാഗം ഞാൻ ബ്ലറാക്കിയിട്ട് പോലും ഇല്ല. അപ്പം മിക്കവരും ഈ ഭാഗം ബ്ലറാക്കുന്ന വെച്ചാൽ യൂട്യൂബ് ഗൈഡ് ലൈൻസ് പ്രകാരം അങ്ങനെ ഇടാൻ പാടില്ല വീഡിയോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, പൈസ കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ വീഡിയോക്ക് എനിക്ക് 10 പൈസ കിട്ടത്തില്ല. കണ്ടില്ലേ? അയ്യോ സോറി, മഞ്ഞ ഡോളറാണ് കണ്ട. ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് യെല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മൾ ചോരക്കുഞ്ഞിനെ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ എനിക്കതൊരു പൈസ കിട്ടാനുള്ള വീഡിയോ ആയിരുന്നില്ല. എനിക്ക് ഒന്നാമത് എൻ്റെ ബേബി വരുന്ന വീഡിയോ അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണമെന്നും എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കതെന്ന് പറഞ്ഞാൽ ആ ഒരു ജേർണി പലരും കാണണം, അതറിയണം, പലർക്കും ആ ഒരു ജേണി പലരും കാണണം, പലരും അറിയണം. ഈ ഒരു ആശയത്തിലാണ് പുള്ളിക്കാരി അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ഒരു കുഞ്ഞുണ്ടാകുമ്പോഴുള്ള വേദന എന്താണെന്നുള്ളത് അറിയണം, അവരുടെ അന്നേരത്തെ ഫീലിങ്സ് അറിയണം എന്നൊക്കെ രീതിയിലാണ് ചെയ്തത്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രസവം സോഷ്യൽ മീഡിയയിലേക്ക് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിലേക്ക് കുഞ്ഞിൻ്റെ കൺസേൺ ഇല്ലാതെ ഉൾപ്പെടുത്തുക എന്ന സാധനങ്ങളോട് താല്പര്യമില്ല. അത് നിങ്ങൾ താല്പര്യമില്ലാത്തവർ താല്പര്യപ്പെടണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ വിമർശിക്കുമ്പോൾ കുറച്ചും കൂടെ സഭ്യമായ രീതിയിൽ വിമർശിക്കാം. വരുന്ന റൂട്ട് കാണിച്ചു തരുമോ? ഞാൻ നോക്കാറ് വരുന്ന റൂട്ട് അറിയാൻ വേണ്ട, വേറൊന്നിനുമില്ല. തട്ടിപ്പോയായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഇമാതിരി അവരൊന്നും കാണല്ലോ. തട്ടിപ്പോയി കഴിഞ്ഞാൽ മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കുക, മാറ്റം മക്കളെ മുസ്ലിങ്ങളെ കൂടെ പറയിക്കാനായിട്ട്. ഇമാതിരി കമൻറ്റുകളൊക്കെ ഇടാൻ ഉളുപ്പില്ലേ സഹോദരങ്ങളെ. ഞാൻ ഇതിലും വളരെ മ്ലേച്ഛകരമായ കമൻറ്റുകളുണ്ട്, അതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തതാണ്. സോ നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നം കേട്ടോ. അവർ സഭ്യമായ രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ടെ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുക, വിമർശിക്കണ്ട. പക്ഷേ ഈ വിമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷയിലായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുത്സിതങ്ങൾ പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല കേട്ടോ, അസ്ല ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മറ്റേ പെയിൻ കില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്തു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡൊന്നും പറഞ്ഞില്ല. നിങ്ങളതെല്ലാം അസ്ലമാരുടെ വീഡിയോ മാക്സിമം ഒന്ന് കണ്ടിരിക്കുക. എല്ലാവരും മാക്സിമം കാണേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്, സോഷ്യൽ മീഡിയ വന്നത് അറിഞ്ഞം പുറഞ്ചം എന്തെന്ന് പോലും അറിയാതെ കമൻ്റ് ഇടുന്ന കുറേ മൊണ്ണ ഇഷ്യൂകളെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തി. ബൈ.